സൺഷിപ്പ് പുത്രത്വം പാർട്ട് 2. കഴിഞ്ഞ ദിവസം പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ അപ്പച്ചൻ്റെ ബാങ്ക്വറ്റ് ഹാളിലേക്ക് അല്ലെങ്കിൽ പിതാവ് ഒരുക്കി വച്ചിരിക്കുന്ന വിരുന്നുശാലയിലേക്ക് നമ്മളെ അകത്ത് കയറ്റിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു തീർത്തത് 2 മക്കളും ശരിയല്ല. ഇളയ മകൻ മുടിയനായ പുത്രൻ റിബല്യസ് സ്പിരിറ്റായിരുന്നു. മൂത്ത മകൻ അപ്പൻ്റെ സ്നേഹം അറിയാതെ റിലീജിയസ് സ്പിരിറ്റാണ്. അതായത് കുറേ നിയമങ്ങളും നിബന്ധനകളുണ്ട്. അതാണ് ഫാരിസീസ് ചെയ്തത്. ഉണ്ടാക്കി വെച്ചേച്ച് അതിനകത്ത് നിൽക്കുന്നു, അതിനകത്തല്ലാത്തവൻ കയറത്തില്ല. നമ്മളൊരു പെർഫെക്റ്റ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി വെച്ചേച്ച് ഇതിൽ ഉൾപ്പെടാത്തവൻ പുറം കാസ്റ്റ്, ഔട്ട് കാസ്റ്റ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരാണ്. ആ ഒരു സ്വഭാവം നമുക്കുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇത് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മാനുഷികത്വമാണ്. കർത്താവ് പറയുന്ന ആരാണ്? യേശു. ഇത് ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കുമ്പം യേശുവിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം സ്നേഹിക്കുന്നവരപ്പനെ കാണിക്കുക എന്നുള്ള, അല്ലാതെ മക്കളിൽ എന്ത് സ്വഭാവം എന്നുള്ളതല്ല. എങ്ങനെയൊക്കെ അവർ മാറാം. ഒന്നുകിൽ നീ റിബല്യസ് ആയിട്ട് പോകും, അല്ലെങ്കിൽ നീ തന്നെ കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് അതിനകത്ത് നിൽക്കും. അതുകൊണ്ടാണ് യഹൂദന്മാർ അവർക്കുള്ള നിയമം, യേശു ദൈവം കൊടുത്ത നിയമമാണ്. പക്ഷെ ആ നിയമം സ്ട്രിക്റ്റായിട്ട് ആത്മാവില്ലാതായപ്പോഴത്തേക്ക് യേശു മുമ്പിൽ വന്ന് നിന്നിട്ട് അവർ കണ്ടില്ലല്ലോ. നമുക്കും ആന്തത വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മണി. നമ്മളിപ്പം പണം കിട്ടാൻ വേണ്ടി അല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി. പണത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. വി ഫ്ലീ ഫ്രം ദ പ്രസൻസ് ഓഫ് അവർ ഫാദർ വെൻ വി ആർ ഫൈൻഡ് അവർ സെൽസ് ഇൻ റിബല്യൻ ആൻഡ് വിൽഫുൾനെസ്. അതായത് നമ്മൾ എങ്ങനെ അതിൽ അപ്പൻ്റെ സന്നിധിയിൽ കയറി വരത്തില്ല. എനിക്ക് ഈ അപ്പനെ, അതായത് സീനായ് മലയുടെ അനുഭവം, മോശയുടെ മുമ്പിലേക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ജനമെന്ന് വിളിക്കപ്പെടുന്ന ഇസ്രായേലേസ് വിളിച്ചു പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ദൈവത്തെ കാണണ്ട, ദൂരെ നിന്നു, നീ പോയി കണ്ടോ, മോശ കണ്ടോ, അവിടെ മോശ എന്തെങ്കിലും പറയുന്നെങ്കിൽ ഞങ്ങൾ കേട്ടോളാം. അതാണ് നമ്മുടെ സ്വഭാവം. നമ്മൾ ഇതിപ്പം എൻ്റെ വീട്ടിൽ ഇപ്പം ഞാൻ ചിന്തിക്കുക, എൻ്റെ വല്യപ്പച്ചൻ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. എന്നെ മാറ്റി നിർത്തി ലോയറാണെന്ന് പലപ്പോഴും എനിക്ക് ജഡ്ജസിൻ്റെ പടമൊക്കെ കൊണ്ട് കാണിച്ചു. അങ്ങനെയാണ് ലോയ്ക്ക് പോകാൻ ഒരു പ്രചോദനമുണ്ടായത്. അങ്ങനെയാണ് ലോയറായത്. അപ്പം വല്യപ്പച്ചന്മാർ അവർ നമ്മളെ സ്നേഹിച്ച് വിളിച്ച് എൻ്റെ അപ്പച്ചൻ്റെ അടുക്കൽ ഇരുത്തി എന്നെ ഓരോന്ന് പറഞ്ഞു തന്ന ആ ഒരു സ്നേഹം എന്നിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതാണ് അവർക്ക് ആഗ്രഹം. അല്ല അവർക്കിപ്പോൾ ഞാനിപ്പോൾ ലോയറായിട്ട്, മൈ ഗ്രാൻഡ് ഫാദർ ഇസ് നോട്ട് മോർ ഹിയർ, എന്നെക്കൊണ്ടൊരു പ്രയോജനം അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. പക്ഷേ അവരുടെ ആഗ്രഹം എന്താ? ആ ചെറുപ്രായത്തിൽ അവരുടെ കൂടെ ഇരിക്കണം, അവർ പറയുന്നത് കേൾക്കണം, അവരുടെ ഒരു ഡിസയർ നമ്മളിലേക്ക്. അത് തന്നെ പിതാവ് ആഗ്രഹിക്കുന്നത്. പിതാവാം ദൈവം നമ്മുടെ ഓരോ സ്റ്റേജിലും ഇൻവോൾവായിട്ട് നമ്മളിലുള്ള വളർച്ച കണ്ട് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നു. അത് മരിച്ചു കഴിഞ്ഞിട്ടല്ലെന്നേ, ഇവിടെ വെച്ച് അത് പ്രാപിച്ചെടുക്കണം. നമ്മൾ ചെയ്യുന്ന ഈ നന്മ പ്രവൃത്തികൾ ഈ പിതാവിനെ കണ്ടവർ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. പെർഫെക്റ്റായിട്ട് കണ്ടോ അറിഞ്ഞുകൂടാ. വി ആർ ഗ്രോയിങ്. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് പണത്തെക്കുറിച്ചല്ല. ഞാൻ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 15 പണത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ലവ് വിച്ച് യു ലോസ്റ്റ് ഫ്രം ദ ഫാദർ, അപ്പനെന്ന്. അപ്പോൾ ഇറ്റ് ഈസ് ബിക്കോസ് ദി ഓർഫൻ സ്പിരിറ്റ് ഓൾവേസ് ലീഡ്സ് അസ് എവേ ഫ്രം ഹോം. നിൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് നീ മാറിപ്പോയിരിക്കുന്നു. അഡ്രസ്സില്ല നമുക്ക്. എപ്പോഴേ നമ്മുടെ അഡ്രസ്സ് പോയി. എനിക്കൊരു അഡ്രസ്സില്ല. ഞാൻ പരദേശി എന്നാണ് പറയുന്നത്. അബ്രഹാം പോലും ഫറവോൻ്റെ മുമ്പിൽ പരദേശി എന്നാണ് പറഞ്ഞത്. നമ്മുടെ അഡ്രസ്സ് മാറി. എപ്പം തെറ്റിയതാ ഇത്? ഏദൻ തോട്ടത്തിൽ വെച്ച്. നമ്മൾ പരദേശികളാണ്. വി ആർ നോട്ട് സപ്പോസ് ടു ബി ഹിയർ. വി വെർ ആക്ച്വലി സപ്പോസ് ടു ബി ഹാവിങ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ഇൻ ദ ഗാർഡൻ ഓഫ് ഈഡൻ. ഏദൻ തോട്ടത്തിൽ പിതാപുത്ര പരിശുദ്ധാത്മാവിനോട് ഒന്നിച്ച് സംസർഗം ചെയ്യേണ്ടത്. അതൊക്കെ ഓർക്കുമ്പോൾ സത്യമായി നമുക്ക് നഷ്ടം വലുതാണ്. അത് പക്ഷെ തിരിച്ചു കിട്ടാൻ ആത്മാവിൽ പോക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ടു ഡു വിത്ത് മണി. പണമല്ല, അത് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ജസ്റ്റ് ദ ഓർഫൻ സ്പിരിറ്റ്. ഞാൻ എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് പിശാചിൻ്റെയാണ്. അതുകൊണ്ടാണ് ഇളയാൻ പറഞ്ഞു, അപ്പൻ്റെ സ്വത്തിങ് അന്നേരം ഞാൻ പോയി കാണിച്ചു, ഞാൻ കാശുണ്ടാക്കി വെച്ച് ഒന്ന് കാണിക്കാൻ, എനിക്ക് എന്തെല്ലാം എന്ത് ചെയ്തു? അപ്പൻ സ്നേഹമുള്ള എടുത്തോണ്ട് പോകാൻ പറഞ്ഞു, കൊണ്ടുപോയി. അതുകൊണ്ട് മുഴുവൻ നശിപ്പിച്ച് പന്നിയെ നോക്കുന്ന സ്റ്റേജായപ്പം സുബോധം വന്നെന്ന് പറയുന്നു. വെരി ഗുഡ്. അപ്പോഴെങ്കിലും വന്നല്ലോ. അതുപോലും വരാത്തവരുണ്ടോ? അപ്പം ആ സെൽഫാണ് നമ്മളെ ഈ സെൽഫ് എന്ന് പറയുന്നതേ പിശാചാണ്.
അപ്പം എന്തൊക്കെ അപ്പൻ പഠിപ്പിച്ചോ, അപ്പൻ്റെ സ്നേഹം എന്തെന്ന് ഈ മകൻ അറിഞ്ഞുകൂടാ. അവൻ അപ്പനിൽ നിന്നകന്ന്, വീട്ടിൽ നിന്നും അകന്ന്. അപ്പം ദൈവം നമ്മുടെ ഹൃദയത്തിലാണ് നോക്കുന്നത്. അപ്പോൾ അവനൊരു വൈൽഡ് ലൈഫാണ്. ലോസ്റ്റ് ഓൾ മണി. എന്നിട്ട് ആ ദേശത്ത് തന്നെ വരൾച്ച വന്നു. ഇവൻ ചെന്നിടം കൂടെ വരൾച്ചയായി. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചെല്ലുന്നിടം കൂടെ വരൾച്ചയാകും. യാക്കോബ് ചെല്ലുന്നിടത്തെല്ലാം അനുഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഈ റിബല്യസ് മകൻ ചെല്ലുന്നിടമെല്ലാം അവിടെ കൂടെ വരൾച്ച വരും. പോട്ടെ, അതെങ്ങനെ കിടക്കുന്നു ഒരു സൈഡ്. എന്നാൽ ഇനി അങ്ങപ്പുറത്ത് നോക്കാം. ദ റിലീജിയസ് വൺ. റിലീജിയസ് വണ്ണിൻ്റെ ഗുണം എന്താണ്? അതിനു മുമ്പ് ഒന്നുകൂടെ ഒരു വാക്യം കൂടെ പറയണം. ആവർത്തന പുസ്തകം 21 പറയുന്നുണ്ട്, നിന്റെ മക്കൾ നിന്നെ അനുസരിക്കുന്നില്ല എങ്കിൽ നീ അവരെ ആദ്യം പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. അവരെ അനുസരിക്കുന്നില്ല എങ്കിൽ നീ അവനെ സമൂഹം അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. അതാണ് അന്നത്തെ ശിക്ഷ. അത്രമാത്രം ആവർത്തന പുസ്തകം 21 അങ്ങനെ പറയുന്ന ഒരു നിയമം നമുക്കുണ്ട്. അതെല്ലാം അപ്പം അപ്പനമ്മമാർക്ക് എന്തുമാത്രം സ്ഥാനം വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പനമ്മ ചൊവ്വായിരിക്കണം, അത് ദൈവത്തിൻ്റെ ആത്മാവിൽ ആഗ്രഹിക്കുന്നു. അവിടെയെല്ലാം ഇല്ല, വേര് തൊട്ട് ഫലം വരെ നമ്മൾ വഴി തെറ്റിപ്പോയി. എന്നാലും നിയമങ്ങൾക്ക് തെറ്റില്ലല്ലോ, നിബന്ധനകൾ ഇങ്ങനെയാണ്. ആവർത്തന പുസ്തകം 21:18-20 അപ്പൻ്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാലും അനുസരിക്കാതെയും ഇരിക്കുന്ന ശണ്ഠയും മത്സരയുമായ മകൻ ഒരുത്തിനുണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിൽക്കിലേക്ക് കൊണ്ടുപോയി, ഞങ്ങളുടെ ഈ മകൻ ശണ്ഠയും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനുമാകുന്നു എന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. പിന്നെ അവർ പട്ടണക്കാരെല്ലാവരും അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇസ്രായേലെല്ലാം കേട്ട് ഭയപ്പെടണം. ഇതാണ് സ്ട്രിക്റ്റ് റൂൾസാണ്. ഇതെന്ത് സ്വന്തം അപ്പനെ വിട്ടിട്ട്, അത് സത്യം പറഞ്ഞാൽ മുടിയനായ പുത്രൻ ഇതാണിപ്പം റൂൾ അനുസരിച്ച് ഇതാണ് അവന് കിട്ടേണ്ടത്. അവന് പോയിരിക്കുകയാണ് കാണിക്കാൻ, സ്വയമേ കാണിക്കാൻ. ഇപ്പം ഈ പഴയ നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഈ നിയമം, ഈ വലിയ നിയമത്തെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പിതാവിൻ്റെ വലിയ സ്നേഹത്തെ മനുഷ്യകാഠിന്യം കൊണ്ടാണല്ലോ നിയമം ഉണ്ടാക്കി വെക്കുന്നത്, അല്ലേ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഏതൻ തോട്ടത്തിൽ പറുദീസയിൽ ഈ നിയമങ്ങളൊന്നും എഴുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഇൻഗ്രെയിൻഡ്, സ്നേഹം വരുമ്പം തന്നെ വരും. അപ്പോൾ റിലീജിയസ് സ്പിരിറ്റ് എന്ന് പറയുന്നത് സഭാഭക്തി അല്ലെങ്കിൽ പള്ളിഭക്തി. അത് the eldest son's rightful place was the presence of God, the presence of the father. അപ്പൻ ഇരിക്കുന്ന മേശയിൽ അപ്പൻ്റെ ഓപ്പോസിറ്റ് അല്ലേ, അപ്പൻ്റെ വലതുവശത്ത് ഇരിക്കാനാണ് ഈ മൂത്ത മകനെ ഉദ്ദേശിച്ചത്. അവൻ അവിടെ ഇരുന്നിട്ടില്ല. ഇളയ മകൻ വന്നപ്പം ആ മൂത്ത മകൻ അവിടെ ഇല്ലായിരുന്നു. അവിടെ ഭക്ഷണം പ്രിപ്പയറും ഇവനൊന്നും അറിയുന്നില്ല. ഇളയ മകൻ കയറി വന്നോ ഇവൻ അറിയുന്നില്ല. ഒന്നും അപ്പനും മകനുമായിട്ടുള്ള ബന്ധം. എത്രയോ മക്കൾ നമ്മൾ എന്തെല്ലാം അപ്പന്മാരെന്ത് ചെയ്യുന്നു. ഇപ്പോൾ എത്ര പേര്, പണ്ടൊക്കെ നമ്മൾ ഈ ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു തീരുമാനം എടുക്കുന്നതിന് നമ്മൾ വല്യപ്പച്ചനോടൊന്ന് ചോദിക്കും. അപ്പനോട് നേരം കാണത്തില്ല, പക്ഷെ വല്യപ്പച്ചനോട് ഒന്ന് ചോദിക്കാതെ അത്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ നല്ല ആളുകൾ കാണാം, അവരോടൊന്ന് അഭിപ്രായം ചോദിക്കും. ഇപ്പോൾ അങ്ങനെ ചോദിക്കാത്തതിന് പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഗൂഗിളും ഒക്കെ ഉള്ളപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മനുഷ്യരെല്ലായി മാറുകയാണ്. അപ്പോൾ ഈ എൽഡർ സൺ എന്ത് സംഭവിച്ചു? ഹീ വാസ് വർക്കിംഗ് ലൈക്ക് എ സ്ലേവ്, ഒരടിമയെപ്പോലെ. എന്ത് ഇരട്ടി അവകാശത്തിൻ്റെ ഉടമയാണ് ഈ കാണിക്കുന്നത്. അവനൊരു അപ്പനുള്ളതായിട്ട് അവൻ അറിയുന്നില്ല, ഒരു സ്ലേവ് മാസ്റ്ററുള്ളതായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ മറ്റേ ഇളയ മകൻ വന്നപ്പോൾ അവനെ സ്വീകരിച്ചപ്പോൾ മൂത്ത മകൻ ചോദിക്കുന്നു, അല്ല എനിക്ക് ഇതുവരെ അവിടുന്ന് ഒരാടിനെയോ ഒരു കാളക്കുട്ടിയോ ഞാനും എൻ്റെ കൂട്ടുകാരുമായിട്ട് സന്തോഷിക്കാൻ നീ തന്നിട്ടില്ലല്ലോ എന്നൊരു ചോദ്യം വന്നപ്പം ഇതൊന്നും അവൻ്റേതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല. അപ്പം നോയിങ് വേഴ്സസ് ബിലീവിങ്. അപ്പം നമ്മൾ ചുമ്മാ അറിയുന്നതും വിശ്വസിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ ഫാദർ ഇൻ ഹെവൻ. എൻ്റെ അപ്പനാണെങ്കിൽ, പ്രാർത്ഥന ശൈലി മാറാം. എൻ്റെ അപ്പനാണെങ്കിൽ എൻ്റെ അപ്പനുള്ളത് എനിക്കുള്ളതല്ലേ? ഒരു ഇരട്ടി അവകാശം എനിക്കുള്ളതാണ്. ഞാൻ മൂത്ത മകനാണെങ്കിൽ പുത്രൻ തമ്പുരാൻ യേശു മൂത്ത മകനായിട്ട് നമ്മളിപ്പോൾ കാണുന്നു. അവനിൽ കൂടെ നമുക്ക് അവകാശങ്ങൾ, ഇരട്ടി അവകാശം കിട്ടിയിരിക്കുന്ന മക്കളാണ്. ഇത് നമ്മൾ എത്ര നിയമം പഠിപ്പിച്ചാലും ആത്മാവിൽ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല. ബിലീവിങ് എന്ന്, അതായത് അറിയുന്നതൊന്ന്, അത് വിശ്വസിച്ച് ആക്റ്റപ്പോൺ ചെയ്യുന്നത് വേറൊന്നാണ്. അപ്പോൾ ഈ അപ്പനെ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ സ്നേഹം വേണം.
അറിവല്ല, അടുത്തിരുന്ന് സ്നേഹിക്കാൻ പഠിക്കണം. അതെൻ്റെ അപ്പനാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം വരണം. അതുകൊണ്ടാണ് അപ്പൻ പറയുന്നത്. അപ്പന് വാ തുറന്ന് പറയേണ്ടി വന്നു, മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ എന്ന്. ലൂക്കോസിൻ്റെ സുവിശേഷം 15 ലൂക്കോസിൻ്റെ സുവിശേഷം 15:29-30. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ഈ 15:20-21. അപ്പോൾ അവൻ കോപിച്ചു, മൂത്തമാന് അവൻ കടപ്പാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്ത് വന്ന് അവനോട് അപേക്ഷിച്ചു. അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിൻ്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല, എല്ലാ നിയമവും ഞാൻ ചെയ്തില്ലേ, എന്നാൽ എൻ്റെ ചങ്ങാതികളോട് ആനന്ദിക്കേണ്ട നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടി നിൻ്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിൻ്റെ മകൻ വന്നപ്പോഴൊക്കെ താടിപ്പിച്ച കാളക്കുട്ടി അവന് വേണ്ടി അറുത്തുവല്ലോ എന്നുത്തരം പറഞ്ഞു. അതിനവൻ മകനേ, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നില്ല, എനിക്കുള്ളതെല്ലാം നിൻ്റേതല്ലയോ, നിൻ്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് അത്യാവശ്യമാകുന്നു എന്ന് പറയുന്നു. എന്തൊരു ഭാഗ്യ പദവിയാണ് ഇതാണ്. അപ്പോൾ മൂത്ത മകൻ ദൈവത്തെ അറിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് മൂത്തമകൻ അപ്പനുണ്ടെങ്കിലും അപ്പൻ്റെ സന്തോഷമെന്ന് ഇവിടെയാണ് നമ്മൾ വി റിയലി എലിമിനേറ്റ് ദ ലവ് ഫാക്ടർ, ദി അഗാപ്പെ ലവ്, ദ സാക്രിഫിഷ്യൽ ലവ്. അതിലൊരു സന്തോഷമുണ്ട്. ആ ലെവലിലോട്ട് കയറിയിട്ടില്ലല്ലോ നമ്മൾ. അവിടെയാണ് ദൈവം പറയുന്നത്. അത് പറയാനാണ് ദൈവം ഈ കഥ പറഞ്ഞു പഠിപ്പിച്ചത്. അത് നമ്മളെ ഭരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇന്ന് തൊട്ട് നമുക്ക് പറയാം, എൻ്റെ അപ്പൻ്റേത് എനിക്കുള്ളതാണ്, ഞാനൊരു ഓർഫൻ അല്ല. ഇതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഈ ഓർഫൻ സ്പിരിറ്റ് മാറ്റിയേച്ച്, അതായത് അനാഥത്വം മാറ്റിയേച്ച് മക്കളെന്നും ആ അറിവിൽ വിശ്വസിച്ച് അതിൽ ആക്റ്റപ്പോൺ ചെയ്ത് അതിൽ പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള ഒരു പുതിയ ശക്തി നമ്മളെ ഉറപ്പിച്ച് പഠിപ്പിക്കുകയാണ് ദൈവം. ഇത് ഒന്നുമല്ല, എൻ്റെ മക്കൾക്ക് ആവശ്യമില്ലെങ്കിൽ മറ്റുള്ളവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിലും നമ്മൾ ഈ അധികാരമെടുക്കണം. ദൈവത്തിനുള്ളതെല്ലാം എൻ്റേതല്ലേ, ക്രിസ്തുവിൽ കൂടി. അങ്ങനെ എത്ര പേർ ആക്റ്റപ്പോൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ അവന് കുറച്ച് കൂടിപ്പോയി അഹങ്കാരം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അവകാശങ്ങളുള്ളവൻ, അതായത് നിറകുടം തുളുമ്പത്തില്ല എന്ന് പറഞ്ഞ പോലെ അവകാശമുള്ളവൻ ഒരു കനമുണ്ടെന്ന് ആ പദവിയിലോട്ട് കയറാം. നാഥ, 2 മക്കളുടെ കഥ പറഞ്ഞതും യേശുക്രിസ്തു ഉദ്ദേശിച്ചത് അപ്പൻ്റെ അടുക്കിലേക്ക് മക്കൾ കയറി വരണം എന്നുള്ളതാണ്. ആ സ്നേഹത്തിൻ്റെ മുൻപിൽ ഒരാൾക്കോ രണ്ടാമത്തെ ആൾക്കോ ഒന്നും ഒരു പ്രസക്തിയില്ല. കർത്താവേ, നിൻ്റെ അടുക്കിലേക്ക് കയറി വരാൻ നീ പറഞ്ഞു. ഞാൻ നിങ്ങളെ അനാഥരായിട്ട്, ഈ അനാഥ സ്പിരിറ്റ് ഞങ്ങളെ നശിപ്പിക്കുക, ഞങ്ങളുടെ അടുത്ത തലമുറ അവിടെ എല്ലാം പിശാച് കയറി കളിക്കുക. അവൻ്റെ സ്പിരിറ്റാണത്. അത് ദുഷ്ടത, അതൊരു ഇല്ലീഗൽ ആൻഡ് അതുപോലെ തന്നെ ഒരു ഇല്ലീഗൽ സ്പിരിറ്റ്, നിയമപരമായിട്ട് ദുഷ്ടത ചെയ്യുന്ന സ്പിരിറ്റ്, അശുദ്ധ സ്പിരിറ്റ്. അത് ഞങ്ങളിലോ ഞങ്ങളുടെ തലമുറകളിലോ കർത്തൃത്വം ചെയ്യല്ലേ നാഥ. എൻ്റെ മക്കളെന്ന പദവിയിലേക്ക് ഞങ്ങളെ മാറ്റി വിളിക്കുമ്പം ആ ഉന്നത പദവിയിലേക്ക് കയറി വരാൻ തക്കണം എൻ്റെ വെളിച്ചമയച്ചാട്ട്. അപ്പൻ്റെ അടുക്കിലേക്ക് ഭയത്തോടെ ആണെങ്കിലും സ്നേഹിക്കുന്ന ഒരപ്പനുണ്ടെന്ന് മനസ്സിലാക്കി ഓടി വന്ന് അല്പനേരം നിൻ്റെ സന്നിധിയിൽ നിന്ന് യേശുക്രിസ്തു പ്രാർത്ഥിച്ചപ്പം പിതാവിനോടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചതുപോലെ ഞങ്ങൾക്കും ആത്മാവിൽ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ കയറ്റണമേ. ഞങ്ങളുടെ തലമുറകളത് കാണണമേ. ഇനി തൊട്ട് യാക്കോബ് എന്നുള്ള പേരല്ല, ഇസ്രായേൽ എന്നുള്ള പേര് ഞങ്ങൾക്ക് തന്ന് പ്രഭുത്വം, ഒരു പൗരോഹിത്യം, ഇതൊക്കെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എടുക്കാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥനയോട് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി. ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.